ധ്യാൻ ചേട്ടൻ ബാക്കി മൂവിയുടെ പ്രൊമോഷൻ പോലെയല്ല ഇത് ഫുൾ ഓടി നടന്ന് ചേട്ടൻ പ്രൊമോഷൻസ് കൊടുക്കുക. സോഷ്യൽ മീഡിയ നോക്കിയ ചേട്ടനും ജീവചേട്ടനും ആണെങ്കിൽ ഒരു പറ്റൻ കുട്ടികളുടെ നടുക്ക് നിൽക്കുക, ഡാൻസ് കളിക്കുക, ഒരു വെറൈറ്റി സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ. സ്റ്റെപ്പിന്റെ അതല്ല പ്രൊമോഷന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ സമയങ്ങളിൽ ഞാൻ ഫെബ്രുവരി മാസം ഒരു പടം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പടം ഉണ്ടായിരുന്നു, അത് മാറി. ഫെബ്രുവരി ഉണ്ടായിരുന്ന ഒരു പടം ഉണ്ടായിരുന്നു. അങ്ങനെ പടങ്ങൾ ഒന്ന് മാറി ഇപ്പൊ കുറച്ച് സമയം കിട്ടി. അപ്പൊ ഇങ്ങനെ സിനിമ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിത് നമ്മളെ ഈ പ്രൊഡക്ഷൻ ആൾക്കാരൊക്കെ നമ്മളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്, സൗഹൃദമുള്ള ആൾക്കാരാണ്. അപ്പം എഴുതിയ പടം കൂടെ ആകുമ്പോൾ അവർ ചോദിച്ചു ഈ സമയം ഇറക്കുവാണെങ്കിൽ ആ സമയം ഫ്രീ ആയിരിക്കുമോ എന്ന് മുൻകൂട്ടി ചോദിച്ചു. അപ്പൊ ഞാൻ കറക്റ്റ് ഒരു മാസം മുന്നേ ഈ ഒരു സമയം ഫ്രീ ആയിരിക്കും, അങ്ങനെ റിലീസ് പ്ലാൻ ചെയ്തു. അപ്പൊ എല്ലാരും അവൈലബിൾ ആയി. അങ്ങനെ അപ്പൊ ഇതിന് സാധാരണ സമയം ഉണ്ടാവാറില്ല ചില സമയം. ഇത് നമുക്ക് എല്ലാവർക്കും ഇത് വന്നപ്പോ സമയം അനുവദിച്ചതുകൊണ്ട് പ്രൊമോട്ട് ചെയ്തു. പിന്നെ സാധാരണ നമ്മൾ ഒരു ദിവസം വർഷങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ഒരു ദിവസമാണ് ഇരുന്നത്, കാരണം അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് കുറെ സമയമുണ്ട്. എനിക്ക് പേഴ്സണലി ഇപ്പൊ അജുവേട്ടന് നാളെ പോകും, രമേശ് ചേട്ടൻ തിരക്കുണ്ട്. എനിക്ക് ഈ ഗ്യാപ്പ് വന്നപ്പോ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, ആണോ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അല്ല മൊത്തത്തില് അല്ല ഇപ്പൊ ഓടാറുണ്ടാ വിഗ് എടുത്ത്? കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞത് അതെനിക്ക് ഓർമ്മയില്ല. അതെന്താ? ഞാൻ ഫിറ്റ് അല്ലായിരുന്നു. ആണോ? ധ്യാൻ ചേട്ടന് ഓർമ്മയുണ്ടാ? എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ടല്ലേ ഞാൻ കഥ പറഞ്ഞേ. ചൂടാണ്. എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നല്ലേ ആ കഥ പറഞ്ഞത്. അതെ അതെ. ബുദ്ധി എത്ര വളർന്നെന്നാ പറഞ്ഞേ? കുറച്ച് വളർന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ രമേശ് ചേട്ടനാണെങ്കിൽ ഒരുപാട് ഇപ്പം മൂവീസ് ചെയ്തു. ഇപ്പം അമർ അക്ബർ അന്തോണി ആയിക്കോട്ടെ, ഒരുപാട് നല്ല നല്ല മൂവീസ് ചെയ്തു. ഇപ്പൊ ഒരുപാട് എന്താ പറയാ ഷോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് പണ്ട് തൊട്ട് ഒരുപാട് എന്താ പറയാ സ്റ്റേജ് ഷോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ചേട്ടന് എങ്ങനെ അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം? ആക്ടർ എന്നാണോ, ആങ്കർ എന്നാണോ, അതോ കൊമേഡിയൻ, അങ്ങനത്തെ ഏത് ടാഗിൽ അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഒരു ടാഗല്ല, കലാകാരൻ എന്നറിയപ്പെട്ടാൽ മതി. ഇതിനകത്ത് ഇതെല്ലാം ബന്ധുക്കളാവാം, ഇല്ലങ്കട ഒന്നരയൊക്കെ പോലെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ അറിയപ്പെട്ടാൽ മതി. ഞാൻ തന്നെ അത് ഫിക്സ് ചെയ്തിട്ടില്ല, പിന്നെ നാട്ടുകാർ ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പൊ കലാരംഗത്തുനിന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങാനുണ്ടായിരുന്ന ഒരു ഇതെന്തായിരുന്നു? അതൊന്നുമില്ല, അത് കോവിഡ് വന്നപ്പോ ഒരു പേടി വന്നു. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ ബിസിനസ് തുടങ്ങി. ഇപ്പൊ കല കൊണ്ട് ആ ബിസിനസിന്റെ ലോൺ വീട്ടിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്. കേക്ക് റീൽസ് എന്നാണ് കടയുടെ പേര്. അങ്ങനെ അതിനകത്ത് ഇവന്റെ വിജയാഘോഷത്തിന് കേക്ക് കൊടുത്ത കഥയുണ്ട്. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ നമ്മുടെ പഴയ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ റീലിന്റെ കണക്കാണ്. റീലിനകത്തുള്ളത് ഇങ്ങനെ സിനിമ കഥകളാണല്ലോ, ജീവിതങ്ങളാണല്ലോ. അപ്പം മനുഷ്യന്റെ ജീവിതത്തിന്റെ റീലുകളിൽ കേക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. താങ്ക് യു. എന്റെ കേക്ക് കടയുടെ പ്രൊമോഷൻ ഇതിനിടയിൽ നടന്നു തരാൻ കാണിച്ച ആപ് കൈസേ ഹോ എന്ന ടീമിനും കേരള ഫയർഫോഴ്സിനും ഈ പടത്തിന്റെ സക്സസിന് 2 കിലോയുടെ കേക്ക് സൗജന്യമായി തന്നുകൊണ്ട് കേക്ക് റീൽസ് അവിടെ ഉണ്ട്. കേക്ക് നല്ല കേക്കൊക്കെ നല്ലടാ. നീ അത് അർത്ഥം പറഞ്ഞു പോയിക്കോട്ടെ. അത് പണി വേറെ എന്തെങ്കിലും നടക്കട്ടെ. ഞാൻ ഓറഞ്ച് ടീഷർട്ട് തൊട്ട് എത്ര നേരമായിട്ട് ഇരിക്കുന്നു. അതല്ല, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ? കൊടുത്തിട്ടുണ്ട്. ഇവൻ കഴിച്ചിട്ടുണ്ട്. ഇവൻ അറിയാത്തതാ. ഇവൻ എന്റെ കടയെന്നൊന്നും അറിയില്ല. നിങ്ങളുടെ പല ഫംഗ്ഷനും സജീവ് ചന്ദ്രൂർ എന്റെ കേക്ക് മേടിച്ചോണ്ട് പോകണം. മുറിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. ഇവനത് അറിയുന്നില്ല. യൂത്തിന്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പമാണ് ഈ ചിത്രത്തിന്റെ അവതരണം. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, ദിവ്യ ദർശൻ, തൻവി റാം, സുരഭി സന്തോഷ്, ധർമ്മജൻ ബോൾഗാട്ടി, രമേശ് പിഷാരടി, സുധീഷ്, ഇടവേള ബാബു, പ്രശസ്ത കോമ്പിയറായ ജീവ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഇവർക്കൊപ്പം ശ്രീനിവാസനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സ്വാതിദാസിന്റെ ഗാനങ്ങൾക്ക് ഡോൺ വിൻസെന്റ് സംഗീതവും പശ്ചാത്തല സംഗീതവും പകരുന്നു. അഖിൽ ജോർജ് ഛായാഗ്രാഹകണവും ഒരേതിൽ രാധാകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു.